കാരണം ഇതെല്ലാം ഇപ്പോഴും വലിയ ചർച്ച നിങ്ങൾ നടത്തുന്നുണ്ട്. ആരാണ് പങ്കാളി, ആരാണ് ഇതിൻ്റെ ഉടമ എന്നൊക്കെ ചോദിച്ച് ചർച്ച നടക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തിരി വിശദമായിട്ട് പറയുന്നത്. നിങ്ങൾക്കിതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് വേറെ പലതുമാണ് കേൾക്കാൻ താല്പര്യം. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ആദ്യം മുതൽ ആദ്യം ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും പണം ചെലവഴിച്ച് വർക്ക് ചെയ്ത് ഇന്നത്തെ നിലയിൽ എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. UDF സ്വീകരിച്ച സമീപനം എന്താണ്? 450 കോടി രൂപ സർക്കാർ ബഡ്ജറ്റ് വഴിയും 2500 കോടി രൂപ ബാങ്കുകളുടെ കൺസോർഷ്യം ചുമതലപ്പെടുത്തിയ SBI ക്യാപ്പ് വഴിയും സമാഹരിക്കാൻ LDF സർക്കാർ ആരംഭിച്ച സമയം സുതാര്യമായിട്ടാണ് നടപടികൾ എല്ലാം ഉണ്ടായിരുന്നത്. ആ നടപടിക്രമങ്ങളെ മുഴുവൻ UDF സർക്കാർ അട്ടിമറിച്ചു. ഒന്നാമത് ഇതെല്ലാം അട്ടിമറിച്ചു. ഞാനീ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ല, 450 കോടി രൂപ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് 2500 കോടി രൂപ കണ്ടെത്താനും SBI അതിൻ്റെ ലീഡർ ബാങ്കായിട്ട് കണ്ടുപിടിക്കാനും കൺസോർഷ്യം ഉണ്ടാക്കാനും തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും UDF അധികാരത്തിൽ വന്നപ്പോൾ അട്ടിമറിച്ചു. ഇത്തരത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന സുതാര്യമായ രീതികളെ അട്ടിമറിച്ചുകൊണ്ടാണ് UDF പദ്ധതി മുന്നോട്ടേക്ക് പോയത്. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ അദാനിയുമായി ഉണ്ടാക്കിയ കരാർ റദ്ദാക്കാൻ ഇടപെടാൻ പെട്ടാനെന്താ ഉണ്ടാകുക? വീണ്ടും കേസും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തുടരാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. സ്വകാര്യവൽക്കരണ നിലപാടാണ് യഥാർത്ഥത്തിൽ പിന്നീട് UDF കൈകാര്യം ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കരാർ ഉൾപ്പെടെ വന്നത്. ആ കരാറിൻ്റെ ഘട്ടത്തിൽ അന്ന് ഞങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു. സ്വകാര്യവൽക്കരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയായിരുന്നു. നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ എന്നത് മാറ്റി അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് അവരാണ് സ്വീകരിച്ചത്. നെഗറ്റീവ് ടെൻഡറിൽ നിന്ന് സംസ്ഥാന സർക്കാർ 5000 കോടിയിലേറെ ചെലവഴിക്കുന്ന നിലയിലേക്ക് എത്തിയതും അദാനിക്ക് ഇവിടെ ഇടപെടാനുള്ള അവസരമൊരുക്കിയതും UDF നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. അന്നും ആ വിമർശനം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നും ആ വിമർശനത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. സ്വകാര്യവൽക്കരണ രീതിയോട് ഞങ്ങൾക്ക് അന്നും യോജിപ്പുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം സ്വകാര്യ പങ്കാളിത്തമൊന്നും പാടില്ല എന്നായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കിതിൻ്റെ മലയാള മനോരമ തന്നെ ഒരു വാർത്ത നന്നായിട്ടത് കൊടുത്തു. എപ്പോഴാണ് 1% നമുക്ക് ലാഭവിഹിതം കിട്ടാൻ പോകുന്നത്? അത് എത്ര കൊല്ലം കഴിഞ്ഞാലാണ് കിട്ടുക? അത് കിട്ടിയാൽ തന്നെ എത്രയാണ് പിന്നീട് വളരുക? 1% വർദ്ധിപ്പിച്ച് 40%ത്തിലേക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലാണ് എത്തുക എന്നെല്ലാം ഈ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 99% ലാഭവും അദാനിക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കരാർ. ആ കരാർ വ്യവസ്ഥയെ ഞങ്ങൾ അന്നും എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ഞങ്ങൾ ആ എതിർപ്പ് തന്നെയാണ്. പക്ഷേ ആ കരാറിൽ നിന്ന് വിട്ട് പദ്ധതിയാകെ അവസാനിപ്പിക്കത്തക്ക രീതിയിൽ നിലപാടിലേക്ക് പോകരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഭാവി കേരളത്തെ കണ്ടുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ലോകോത്തരമായ ഒരു തുറമുഖമാക്കി രൂപപ്പെടുത്തുന്നതിന് നമുക്ക് സാധിച്ചു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഗവൺമെൻറ് പണം ഉൾപ്പെടെ സാമ്പത്തിക പ്രതിരോധം കേന്ദ്ര ഗവൺമെൻറ് തീർത്ത ഈ പശ്ചാത്തലത്തിലും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാനും പ്രവർത്തിപ്പിക്കാനും സാധിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതും സാധ്യമായി എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ UDF ഒരു ഭാഗത്ത്, ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം നൽകിക്കൊണ്ടവരാണ് അവർ. അവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അവർ പങ്കാളിത്തമില്ലാതിരുന്നത് ഈ പദ്ധതിയെ വഴിക്ക് വെച്ച് തകർക്കാൻ വേണ്ടി ബോധപൂർവമായ കലാപത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ അക്രമവും ഉൾപ്പെടെ മുഴുവൻ സംഘടിപ്പിച്ച് അവർക്ക് ഈ പരിപാടി നടക്കില്ല എന്നായിരുന്നു അവരുടെ ധാരണ. വിമോചന സമരം ഇവിടെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞവരാണ് അവർ. സ്വാഭാവികമായിട്ട് അവർക്ക് വലിയ രീതിയിൽ ഈ പരിപാടി നടന്ന് മുമ്പോട്ടേക്ക് വരുമ്പോൾ അവർക്ക് പ്രയാസമുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് അവർ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ജനങ്ങളെല്ലാം അതിശക്തിയായ രീതിയിലുള്ള പിന്തുണയോടുകൂടിയാണ് ഈ പദ്ധതി നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം. നല്ല നിലയിൽ ഗവൺമെൻറ് തീരുമാനിച്ചതുപോലെ തന്നെ വലിയ ചെലവ് ഗവൺമെൻറ്റിന് ഈ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഇടയിലും ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. ഇനി 2028 ആകുമ്പോഴേക്ക്
10 20 കൊല്ലത്തിനപ്പുറം പൂർത്തിയാക്കുമെന്ന് കണ്ടിരുന്നത് ഇങ്ങോട്ട് പൂർത്തിയാക്കാൻ പോവുകയാണ്. ആ രീതിയിലുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ സംഭവമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൽ മുതൽക്കൂട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് കാണുന്നത്.